കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാൻ ഈ ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള, കർത്താവിലേക്ക് നോക്കിയ, കർത്താവിൽ ആഗ്രഹിക്കുന്ന, യേശുവിൻ്റെ നാമത്തിനു വേണ്ടി വില കൊടുക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, കർത്താവിലേക്ക് നോക്കുന്ന, ഇന്ന് ഇത് കേൾക്കുമ്പം വേറെ ഒന്നിനും ആശ്രയം കൊടുക്കാതെ ദൈവവചനത്തിന് ആശ്രയം കൊടുക്കുന്നവരാണ് ഇന്ന് ഇത് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം 34-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവവചനത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിയെയും, കർത്താവിൻ്റെ നാമത്തിലേക്ക് നോക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ന് കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന മുഴുവൻ പേരോടും പറയാം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദോസ് ഹു ലുക്ക് ടു ഹിം ആർ റേഡിയന്റ്, ദെയർ ഫേസസ് ആർ നെവർ കവേർഡ് വിത്ത് ഷെയിം. നിന്റെ മുഖം കവർ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. തല ഉയർത്തി ധൈര്യത്തോടെ നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പം അനേക ദിവസങ്ങളിൽ പറയാൻ പോകുക, എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതെ പ്രിയമുള്ളവരെ, പ്രത്യേകത ഉണ്ടെന്ന് അനേകർ കാണുന്ന നിലയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ദൈവം നടത്തുന്നത്, എന്നെ നടത്തുന്നത് ഞാൻ കാണാൻ പോവുക. പറഞ്ഞ്, എന്നെ ദൈവം നടത്തുന്നത് ഞാൻ തന്നെ കാണാൻ പോവുക, ദേശക്കാർ കാണാൻ പോവുക. അതെ, ഇത് ദൈവം നടത്തുന്നതാണെന്ന് പറയത്തക്ക നിലയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ, നിൻ്റെ പുറമേ കാണുന്ന സകല സിറ്റുവേഷനെയും അവൻ പ്രകാശിപ്പിക്കുന്ന, അത്ഭുതമാക്കുന്ന വചനം പറയണം. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. അങ്ങനെയാണെങ്കിൽ പ്രകാശം ഇരുട്ടത്തിരിക്കത്തില്ല. പ്രകാശം ഇരുട്ടിൽ പ്രകാശമായി ലൈറ്റൺ ചെയ്യുമെങ്കിൽ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയട്ടെ, ഒരു ഇരുട്ടും നിൻ്റെ ജീവിതത്തിൽ ഇരിക്കത്തില്ല. നിന്നെ നോക്കി പറഞ്ഞ മുഴുവൻ വേണ്ടാത്ത വാക്കുകളെയും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസൽ ചെയ്തു. കർത്താവിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അതെ, എന്നെ കുറിച്ചുള്ള പദ്ധതി വലുതാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 34-ാം അധ്യായം വായിക്കുമ്പോൾ, ആ 34-ാം അധ്യായത്തിൽ 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവ സാന്നിധ്യത്തിൽ, ആ സീനായി മലയിൽ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നിട്ട് ഇറങ്ങി വരുന്നൊരു ഭാഗമാണ് 29 മുതൽ 35 വരെ. ആ 29 മുതൽ 35 വരെയിൽ മോശ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം, അവിടെ വചനം പറയുകയാണ്, താൻ ഇറങ്ങി വരുമ്പോൾ തൻ്റെ മുഖം, തൻ്റെ ത്വക്ക്, തൻ്റെ ശരീരം, തൻ്റെ സ്കിന്ന് പുറമേ കാണുന്നത് ഭയങ്കര ഗ്ലോറിയസ് ആയിരുന്നു. അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രകാശം തൻ്റെ മുഖത്തുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് മോശ ആ സീനായ് മല ഇറങ്ങി വരുമ്പോൾ, അന്ന് അവിടെ അഹരോനും ഇസ്രായേൽ മക്കളൊക്കെയും മോശയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, താൻ ദൈവശബ്ദം കേട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. ആ ശബ്ദം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അഹരോനും ഇസ്രായേൽ മക്കളും നോക്കിയിരിക്കുമ്പോൾ, മോശ ഇറങ്ങി വരുന്നത് ഇവർ കാണുമ്പോൾ, അന്ന് വരെ അവർ മോശയുടെ മുഖത്ത് കണ്ടിട്ടില്ലാത്ത ഒരു തേജസ് അവർ കണ്ടു. പ്രിയമുള്ളവരെ, അവർ മറഞ്ഞിരുന്നെന്നാണ് വചനം പറയുന്നത്. അവർ ഭയപ്പെട്ടു പോയെന്നാണ് വചനം പറയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോട് പറയട്ടെ, ആ ദൈവ തേജസ് ഇന്ന് ഇത് കേൾക്കുമ്പോൾ, ആ തേജസ് ഇന്ന് ഇരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. അന്ന് ആ തേജസ് കാണണമെന്നുണ്ടെങ്കിൽ മോശ മൂടുപട വിട്ടു വേണമായിരുന്നു ദൈവസന്നിധിയിൽ സീനായ് മലയിൽ കയറുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് മൂടുപടത്തെ എടുത്ത് മാറ്റി ദൈവം സ്വന്തം പുത്രനെ നൽകി, എനിക്ക് നിങ്ങൾക്ക് വില കൊടുത്ത് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് ആ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാക്കി ദൈവം എന്നെ നിങ്ങളെ മാറ്റിയെങ്കിൽ ഞാൻ നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. വചനം പറയണം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. എല്ലാവരുടെ മുമ്പിൽ ഒരു ലജ്ജാപാത്രമാവുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഇല്ല, നീ ലജ്ജിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയാണ്, നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ. നോക്കിക്കേ, പഴയ നിയമത്തിലെ ഭാഗം കൊരിന്ത് സഭയോട് പൗലോസ് പറയാണ്, ഇസ്രായേൽ മക്കൾക്ക് ആ തേജസ്സിലേക്ക് നോക്കാൻ മേലാത്തതായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച
ആത്മാവിൻ്റെ ശുശ്രൂഷ അതിലെത്ര അധികമായിരിക്കുമെന്ന് ആമേൻ പൗലോസ് പറയാണ്. തനിക്ക് ആമേൻ ന്യായപ്രമാണം മുഴുവൻ അറിയാം, മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളെക്കുറിച്ച് അറിയാം, ഇതെല്ലാം അറിയാവുന്ന പൗലോസ് കൊരിന്ത സഭയോട് പറയാണ്, ആത്മാവിനെ പ്രാപിച്ച നീ അതിലും എത്ര ഗ്ലോറിയസ് ആയിട്ടുള്ളതാണ് വഹിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആമേൻ ചെറിയ ആൾക്കാരല്ല. ഈ സുവിശേഷം കേൾക്കുന്ന, ഈ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്ന, ഈ ക്രിസ്തുവിലുള്ള ഉറപ്പുള്ളവർ, കാഴ്ചപ്പാടുള്ളവർ, വെളിപ്പാടുള്ളവർ, പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയാണ്, ആമേൻ അതിലെത്ര തേജസ്സുള്ളവരാണ് ഞാൻ നിങ്ങൾ. ആമേൻ മോശയുടെ മുഖത്ത് അന്ന് ഇസ്രായേൽ മക്കൾക്ക് നോക്കാൻ മേലാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളും പാത്തിരിക്കാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. ധൈര്യത്തോടെ നിൽക്കണം. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, ഏത് വെല്ലുവിളിയുടെ മുമ്പിലും ധൈര്യത്തോടെ. ഇന്ന് ഈ ചൊവ്വാഴ്ച എന്തെങ്കിലും അസാധ്യമായിട്ട് വെല്ലുവിളിയുടെ മുമ്പിലാണോ നിൽക്കുന്നത്? ഇല്ല, നിന്നെ തൊടത്തില്ല. കാരണം നിന്നിലിരിക്കുന്നത് അതേ പരിശുദ്ധാത്മാവാണ്, മരിച്ചതിനെ ഉയർപ്പിച്ച അവൻ ജീവൻ തരുന്ന അതേ സെയിം സ്പിരിറ്റ്. റോമർക്കെഴുതിയ ലേഖനം 10:11 പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ മുഖത്താണോ നിൻ്റെ നോട്ടം ഇരിക്കുന്നത്, നിൻ്റെ ഉറപ്പിരിക്കുന്നത്, നിൻ്റെ പ്രത്യാശയിരിക്കുന്നത്, നിൻ്റെ വിശ്വാസം ഇരിക്കുന്നത്? ആ ധൈര്യത്തോടെ നിന്നോ. ദൈവം നമുക്ക് വേണ്ടിയുണ്ട് പ്രവർത്തിക്കാൻ. നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആമേൻ ആ മൂടുപടം ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും ആ മൂടുപടം നീങ്ങിപ്പോയി. ഇന്ന് എനിക്ക് നിങ്ങൾക്കും ആ കൃപാസനത്തിൻ്റെ അടുക്കൽ ധൈര്യത്തോടെ കയറി ചെല്ലാൻ ആമേൻ ആമേൻ എനിക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ ഒരു മധ്യസ്ഥൻ ഇരിപ്പുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ മധ്യസ്ഥൻ്റെ അടുക്കൽ ആമേൻ ആമേൻ എനിക്ക് നിങ്ങൾക്കും ആ പിതാവിൻ്റെ അടുക്കൽ ധൈര്യത്തോടെ കയറി ചെല്ലാൻ. അതേ, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിൻ്റെ ക്വാളിറ്റി അല്ല, നിൻ്റെ ആമേൻ ഹൃദയമാ കർത്താവ് നോക്കുന്നത്. നമുക്കൊന്ന് സമർപ്പിക്കാം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മുഖതേജസ്സോടെ, മഹത്വത്തോടുകൂടി, ഗ്ലോറിയോടുകൂടി ആമേൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുന്ന ഒരു ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവർ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ കർത്താവെ, ചില കാര്യത്തിൽ ആമേൻ ഭാരപ്പെട്ട്, ഭയപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ടവരെ പോയിരിക്കുന്ന ആമേൻ പലരും നോക്കി ആമേൻ ഇതന്നെ ഇങ്ങനെ ആമേൻ എന്താണ് വിഷയമെന്ന് ചോദിച്ചെടുത്ത് ആമേൻ ഇനി അവർ ചോദിക്കാൻ പോകുന്നത് എന്താ? മുഖത്തോട്ട് നോക്കിയിട്ടൊരു ആമേൻ ഇന്ന് വരെ ഇല്ലാത്തൊരു സന്തോഷം, എന്താ മുഖത്തൊരു തേജസ്, മുഖത്തന്നെ ഇത്ര വലിയ വെളിച്ചം ആമേൻ എന്ന് പറയത്തക്ക നിലയിൽ ആമേൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തെ, അവരുടെ കുടുംബത്തെ, തലമുറയെ ദൈവം മാനിച്ച് നീ നശിച്ചു പോകാനല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആമേൻ നീ അനുഗ്രഹം അനുഭവിക്കാനാണ്. ആമേൻ ദൈവവചനം പറയണം, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകത്തില്ല, ലജ്ജിച്ച് പോകത്തില്ല. പറഞ്ഞ് ഞാൻ ലജ്ജിച്ച് പോകത്തില്ല. എങ്കിലേക്ക് നോക്കിയവർ പ്രകാശമായി മാറും. കാരണം അതുപോലത്തെ ഒരു പ്രകാശമാണ് കർത്താവ് നീ എനിക്ക് തന്നിരിക്കുന്നത്. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ ഇന്ന് ചെല്ലുന്നിടത്തൊക്കെയും ആ ഗ്ലോറി വെളിപ്പെടട്ടെ, ആ തേജസ് വെളിപ്പെടട്ടെ. കർത്താവെ, അത് ചെയ്തതിനായി നന്ദി പറയുന്നു, താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇന്ന് കർത്താവെ ചെല്ലുന്ന അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് ചെല്ലുമ്പോൾ ആമേൻ സകലതും സാധ്യമാക്കുന്ന കർത്താവ്, ആമേൻ സകലതും അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവർ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ, ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവർ നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രിയമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.